UDF ഉടുപ്പ് അടിക്കും മുമ്പ് ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പ്രവചനം വരെ നടത്തിയിരുന്നു. ഒരു ഗോപാലകൃഷ്ണൻ നായർ അവർ വന്ന് പ്രവചനം വരെ നടത്തി UDF സീറ്റുകൾ പിടിക്കും, ഭരണത്തിൽ വരും. പക്ഷേ UDF ഉടുപ്പടിക്കും മുമ്പ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തുമുള്ളൊരു പ്രതിസന്ധിയാണ് അവർ മുഖ്യമന്ത്രി ആര് എന്ന് പറയാതിരിക്കുക എന്നുള്ളത്. ഒരു പ്രതിസന്ധിയാണ്. അതേസമയം AK ആന്റണിയുടെ കാലത്ത് വേറെ പ്രതിസന്ധി ഇല്ലായിരുന്നു. കരുണാകരന്റെ കാലത്ത് ഒട്ടും പ്രതിസന്ധി ഇല്ലായിരുന്നു. കരുണാകരൻ തന്നെ AK ആന്റണിയുടെ കാലത്ത് ഒരു പ്രതിസന്ധി ഇല്ലായിരുന്നു. ഉമ്മൻചാണ്ടി വന്നപ്പോഴും വലിയ പ്രതിസന്ധി ഇല്ലായിരുന്നു, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ UDF നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി KC വേണുഗോപാലാണോ, VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ? 3 പേരാണ് ഇപ്പോൾ പ്രധാനമായി നിൽക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്? അവർ ന്യായത്തിന് പറയും ഞങ്ങൾ ജയിച്ചതിന് ശേഷം പാർലമെന്ററി തെരഞ്ഞെടുപ്പ് കൂടി അംഗങ്ങൾ കൂടി തീരുമാനിക്കും. അത് വേറെ ന്യായമാണ്. എന്തായാലും ഇലക്ഷന് മുമ്പേ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഉയർത്തിക്കാട്ടിയാൽ സ്വാഭാവികമായിട്ടും മറ്റേ ഗ്രൂപ്പുകാർ കാലുവാരും. ഉയർത്തിക്കാട്ടിയില്ലെങ്കിലും കാലുവാരും. നേരത്തെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും കൂടെ ഇങ്ങനെ രണ്ട് തുല്യമായിട്ട് നിന്ന് ഞങ്ങൾ ആരെന്ന് പറയൂല എന്നൊക്കെ AICC പറഞ്ഞപ്പോൾ കാലുവാരി രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ആ ഭരണമേ പോയി. അങ്ങനെയാണ് പിണറായിയുടെ ഭരണം ആദ്യം വരാൻ കാരണം. അവർ കാലുവാരിയതാണ്. അല്ലെ ഉമ്മൻചാണ്ടി ഭരണം നല്ല ഭരണമായിരുന്നു, അവർ സരിത വിഷയം ഒഴിച്ചാൽ ജനങ്ങളെല്ലാം അത് ഏറ്റൊന്നുമില്ല, തീർച്ചയായിട്ടും അധികാരത്തിൽ വരുമായിരുന്നു. ഈ പരസ്പരം കാലുവാരൽ കൂടെ കൊണ്ടാണ് കുറെ വോട്ട് പോയത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു വശത്ത് സംഭവിക്കാൻ പോണത് ആരാണ് മുഖ്യമന്ത്രി? KC വേണുഗോപാൽ നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. VD സതീശനാണ് നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടിച്ച് കയറി പിന്നെ യുവാക്കളുടെയും യുവതികളുടെയും പിന്നെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ആവേശമായി, ന്യൂജന്റെ ആവേശമായി VD സതീശനുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പൊ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞ് വളരെ അഴിമതിക്കെതിരെ നിൽക്കുന്ന കുരിശുയുദ്ധം പ്രഖ്യാപിക്കുന്ന നേതാവ് എന്നുള്ള രമേശ് ചെന്നിത്തലയും ഉണ്ട്. അപ്പൊ 3 പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് UDF സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, വേറെ ഒരു 19 പേര് ഉടുപ്പടിച്ചിട്ടുണ്ട്. അതിൽ 19 മിക്കവാറും കുറെ അധികം പേര് അടിച്ചിട്ടുണ്ട്. അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ സംസ്ഥാനത്ത് മത്സരിക്കണം, അദ്ദേഹത്തിന് മന്ത്രിയായാലും കൊള്ളാം, 2 പ്രാവശ്യം MP ആയി മത്സരിച്ച് മന്ത്രിയായാലും കൊള്ളാം. അങ്ങനെ താഴോട്ട് ബെന്നി ബെഹനാന് മന്ത്രിയായാലും ആഗ്രഹമുണ്ട്, കൊടിക്കുന്നിൽ സുരേഷിന് മന്ത്രിയാവാൻ ആഗ്രഹമുണ്ട്. KC വേണുഗോപാലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ശശി തരൂരിന് കേരളത്തിൽ മന്ത്രിയാവാനോ മുഖ്യമന്ത്രിയാവാനോ ആഭ്യന്തരമന്ത്രിയാവാനോ പ്രധാനപ്പെട്ട മന്ത്രിയാകാൻ ശശി തരൂരിന് താല്പര്യമുണ്ട്. അങ്ങനെ MP മാരെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൈബിയുടെ അങ്ങനെ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. അയാൾക്ക് ഡൽഹിയാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. അതേസമയം നമ്മുടെ ഡീൻ കുര്യാക്കോസിന് അടക്കമുള്ള ഈ 19 MP മാരിൽ ഒരു 10-15 പേരെങ്കിലും കേരളത്തിലെ വീണ്ടും മന്ത്രിയാവാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നവരാണ്. അത് എങ്ങനെയാണ് കേരളത്തിലെ UDFനെ ബാധിക്കുക എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ല അവർ സ്കോർ ചെയ്യും, തർക്കമില്ല. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലൊക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെച്ചപ്പെടുത്തും. പക്ഷെ അത് അസംബ്ലിയിലേക്ക് എത്ര കയറി വരും എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പിന്നെ കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം, പത്തനംതിട്ട ജില്ലകളാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇപ്പൊ തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ നേമം ഒരുപക്ഷെ BJP കൊണ്ടുപോയാൽ, അതുപോലെ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഒക്കെ BJP വല്ലാതെ വോട്ട് പിടിച്ചാൽ, കാട്ടാക്കടയിൽ വല്ലാതെ വോട്ട് പിടിച്ചാൽ ഇതെല്ലാം ബാധിക്കുക UDFനെയും കൂടിയാണ്. മറ്റവരെ ബാധിക്കാം, പക്ഷെ UDFനെ ഇത് ബാധിക്കാം. അങ്ങനെ വന്നാൽ UDFന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്ന് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കൂടി നിങ്ങൾ കാണണം. ഇത് ഓരോ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കണക്ഷൻ കിട്ടുകയുള്ളൂ. ഈ LDF എന്ന് പറയുന്ന സംഘടനയെ അല്ലെങ്കിൽ സംവിധാനത്തെ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയും എഴുതി തള്ളുകയും വേണ്ട. കാരണം ഈ പഞ്ചായത്ത് രാജിന്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ 450-500 താഴെ സീറ്റ്, 1500 താഴെ സീറ്റ് പഞ്ചായത്തിൽ പിടിച്ചോളെങ്കിലും 7 ജില്ലാ പഞ്ചായത്തെ പിടിച്ചോളെങ്കിലും എങ്ങനെ നോക്കിയാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് വന്നിട്ടില്ല. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് കൂടുതലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വോട്ടിങ്ങിന്റെ എണ്ണം, സീറ്റിന്റെ എണ്ണം നോക്കുമ്പോൾ അവർക്ക് കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ വോട്ടിംഗ് നോക്കുമ്പോൾ BJPയും കോൺഗ്രസിനെയും കണക്കാക്കുമ്പോൾ വോട്ടിംഗ് പാറ്റേണിൽ അവർക്ക് വലിയ വ്യത്യാസം വന്നിട്ടില്ല. കൊല്ലം കോർപ്പറേഷനിലാണ് അവർക്ക് വലിയൊരു അടി പറ്റിയത്. പക്ഷെ പഞ്ചായത്തുകളിൽ അവർക്ക് ഒരടിയും പറ്റിയിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. പത്തനംതിട്ടയിൽ ഒരു ചെറിയ അടി അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് അവർ പാച്ചപ്പ് ചെയ്യാൻ ആലപ്പുഴയും കൊല്ലവും കൊണ്ട് അവർക്ക് കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാണി കോൺഗ്രസിന് എടുക്കണോ, അതിന്റെ ചില കൺഫ്യൂഷൻസ്, RJD മറ്റേ നമ്മുടെ ശ്രേയാംസ് കുമാറിന്റെ RJDയെ ഇങ്ങോട്ട് എടുക്കണോ, അതിന്റെ ചില കൺഫ്യൂഷൻസ്, PV അൻവറിനെ എടുക്കണോ എന്നുള്ള ചില കൺഫ്യൂഷൻസ്, ഗണേഷ് കുമാർ വരുമോ എന്നുള്ള, അങ്ങനെ വിശാലമാക്കും വിപുലമാക്കും എന്നുള്ള പ്രസ്ഥാനം. ഒരാൾ ഒരിടത്ത് നിന്ന് വിശാലമാക്കും എന്ന് പറയും, ഉടൻ തന്നെ മറ്റൊരാൾ ഒരിടത്ത് നിന്ന് പറയും വിപുലമാക്കും എന്ന് പറയും, വേറെ ആൾ ഉടനെ പറയും തൽക്കാലം ഇല്ല എന്ന് പറയും. നിങ്ങൾ അടിയന്തരമായിട്ട് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി കൂടി നിങ്ങൾ ഒരു തീരുമാനം പറയൂ എടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഞങ്ങൾ രാഷ്ട്രീയകാര്യ സമിതി കൂടി തീരുമാനിക്കും എന്ന് പറയൂ. അല്ല നിങ്ങൾ മുട്ടിന് നേതാക്കൾ VD സതീശൻ ഒന്ന് പറയും, ഉടനെ തന്നെ MM ഹസൻ മറ്റൊന്ന് പറയും, ഉടനെ തന്നെ സണ്ണി ജോസഫ് വേറെന്ന് പറയും.
അടൂർ പ്രകാശ് വേറെന്ന് പറയും. നമ്മുടെ ദിലീപിന്റെ നിലപാട് നോക്കൂ. ദിലീപിന് അടൂർ പ്രകാശ് സുഹൃത്തായിരിക്കാം, പക്ഷെ രാഷ്ട്രീയകാര്യ സമിതി ഉണ്ട് ഇവിടെ. ആ സമിതിയെ നോക്കാതെ പറയും. ഇനി മുരളീധരൻ വെറുതെ ഇരിക്കുന്ന ആളല്ല, അദ്ദേഹം പ്രസ്താവന രാജാവാണ്, അദ്ദേഹവും ഇങ്ങനെ പ്രസ്താവനകൾ ഇറങ്ങും. അങ്ങനെ ജനങ്ങളിടയിൽ വലിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രസ്താവനകൾ, നിങ്ങളുടെ ഗ്രൂപ്പ് തല്ല്, നിങ്ങളുടെ ഒരുപാട് പേരുടെ മുഖ്യമന്ത്രിയാകാനുള്ള മോഹം, ഇങ്ങോട്ട് ഇറങ്ങുന്ന മോഹം, ഇതെല്ലാം നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. നിങ്ങൾക്ക് ആ വലിയ അപ്രമാദിത്വം കിട്ടി പഞ്ചായത്ത് രാജിലെന്ന് കരുതരുത്. നിങ്ങളുടെ കയ്യിലിരുന്ന ഒരുപാട് പഞ്ചായത്തുകൾ പോയി, നിങ്ങളുടെ കയ്യിലിരുന്ന മുനിസിപ്പാലിറ്റികൾ പലതും പോയി, കുറെ തിരിച്ചു കിട്ടി, ശരിയാണ്. പക്ഷേ വളരെ പിന്നെ ജില്ലാ പഞ്ചായത്ത് 7-7 നിൽക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. 7-7 എന്ന് പറയുമ്പോൾ 7 ആരുണ്ട്? LDF ഉണ്ട്. ആ 7 LDF ഉണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഗ്രാമപഞ്ചായത്തിന്റെ വോട്ട് എന്ന് പറയുന്നത് LDFന് കിട്ടും, സ്റ്റേറ്റ് UDFന് കിട്ടും, സെൻട്രൽ UDFന് കിട്ടും. അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം പറയാൻ തുടങ്ങി പഞ്ചായത്ത് LDFന് കിട്ടും, സ്റ്റേറ്റ് LDFന് കിട്ടുന്ന രീതിയിലേക്ക് മാറി. പിന്നെ വന്നതെന്ന് വെച്ചാൽ ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് LDFന്റെ ഉണ്ട്, പഞ്ചായത്ത് LDFന് ഇല്ല. കാരണം ജനങ്ങളെ നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം സ്വർണം പാളിയതും സ്വർണം കയറ്റിയതും ഒക്കെ ഇനി 5 മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാൻ കഴിയില്ല. കാരണം ബാക്കി കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ഈ പത്മകുമാറിനെ പുറത്താക്കി, ബാക്കി പ്രശാന്തിനെ പുറത്താക്കി, ഈ വാസുവിനെ, ചിലപ്പോൾ വാസുവിന് സ്ഥാനമില്ല എന്നാലും വാസുവിനെ തള്ളിപ്പറഞ്ഞ് കംപ്ലീറ്റ് സ്വർണത്തിന്റെ ശബരിമലയുടെ എല്ലാവരെയും തള്ളിപ്പറയുന്ന രീതിയിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിൽ ഇതൊരു ക്ലീൻ ഇമേജിലേക്ക് CPM പോയാൽ അതവർക്ക് ഗുണം ചെയ്യും. PM ശ്രീയുടെ പ്രശ്നം അവർ പരിഹരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള ആന്റി ഇൻകംബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പരിഹരിക്കുകയും വലിയ തോതിൽ ശമ്പള പരിഷ്കരണവും DAയും എല്ലാം കൊടുക്കുകയും ആശാ വർക്കേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് അവർ പൈസ എല്ലാം ഒരു തവണ കൂടി കൊടുക്കാൻ തീരുമാനിച്ച് അങ്ങനെ അവരുടെ സംവിധാനങ്ങളെ അവർ സജ്ജമാക്കിയാൽ വീണ്ടും LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിക്കൂടായികയില്ല. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ വിശകലനമാണ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം UDF ഇപ്പോഴേ ഉടുപ്പടിക്കണ്ട. ഇനി നിങ്ങൾക്ക് 5 മാസമുണ്ട്. നിങ്ങൾ തമ്മിൽ തല്ലും ഗ്രൂപ്പും ബഹളവും പെരിഫറലായി ജയിച്ചിരിക്കുന്ന, ആഴത്തിലല്ല ജയിച്ചിരിക്കുന്നത്, പെരിഫറലായി, ആ വാക്ക് ഞാൻ ഉപയോഗിക്കണം, നിങ്ങൾ പെരിഫറലായി കിട്ടിയിരിക്കുന്ന ഈ വോട്ടിംഗ് ശതമാനത്തിൽ നിങ്ങൾ പിറകിൽ പോയിട്ടും കുറെ സീറ്റുകൾ കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും UDF ഉടുപ്പടിക്കരുത്. UDF ഇനി വലിയ ഗ്രഹപാഠം ചെയ്യണം. അങ്ങനെ ഗ്രഹപാഠം ചെയ്ത് മാത്രമേ UDFന് തീർച്ചയായിട്ടും തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. വരികയാണെങ്കിൽ നല്ല വോട്ടിന് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ 10-90 സീറ്റിൽ കൂടുതൽ കിട്ടുമെന്നാണ് ഞങ്ങളുടെ നിഗമനം. പക്ഷെ അത് പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പാരാമീറ്ററുകളെല്ലാം നിങ്ങൾ അളക്കണം. സ്കെയിലിൽ അളന്നില്ലെങ്കിൽ വീണ്ടും വേറെ ആളുകൾ തന്നെ വരും.